ചരിത്ര നിമിഷം. മിഡിൽ ഈസ്റ്റിൽ പുതിയ മാറ്റങ്ങൾ. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലെബനനിലെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായതോടെയാണ് ഈ തീരുമാനം. ട്രംപും നെതന്യാഹുവും ചേർന്ന് കരുത്തും ഗുണ്ടായുസവും ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ആഗ്രഹം പരാജയപ്പെട്ടുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. ഒടുവിൽ രണഭൂമിയിലെ നിബന്ധനകൾക്ക് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അല്പം മുമ്പ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പുനരാരംഭിച്ചിരിക്കുന്നു. ലെബനനിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഈ നടപടി. കഴിഞ്ഞ 10 ദിവസമായി ഈ കരാറിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അമേരിക്കയും ഇസ്രയേലും പരമാവധി ശ്രമിച്ചു. ലെബനാൻ ഈ കരാറിന്റെ ഭാഗമല്ലെന്നാണ് അവരുടെ വാദം. എന്നാൽ ലെബനിൽ യുദ്ധം നിർത്തിയാൽ മാത്രമേ ചർച്ചകൾക്കുള്ളൂ എന്ന ഇറാന്റെ കർശനമായ നിലപാടിന് മുന്നിൽ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഈ വാർത്ത വന്ന ഉടനെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പേജിൽ ഹോർമൂസ് കടലിടുക്കിനെ ഇറാന്റെ കടലിടുക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. അവസാനം നന്ദിയും കുറിക്കപ്പെട്ടു. ഈ വാർത്ത വന്നതോടെ ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ബ്രെഡ് ക്രൂഡ് ഓയിൽ വില ഒറ്റയടിക്ക് 10% കുറഞ്ഞു. ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് വലിയ ആശ്വാസമാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ലെബനാനിൽ അടുത്ത 10 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഔദ്യോഗിക ചർച്ചകൾ നടക്കും. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതനുസരിച്ച് ലെബനൻ സൈന്യം അതിർത്തിയിൽ വിന്യസിക്കപ്പെടും. ഇസ്രായേൽ പിന്മാറിയില്ലെങ്കിൽ ഹിസ്ബുള്ള തിരിച്ചടി തുടരും. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഞായറാഴ്ച ഇസ്ലാമാബാദിൽ പുതിയ ചർച്ചകൾ നടക്കും. ഇതിൽ ഈജിപ്തും തുർക്കിയും പിന്തുണ നൽകിയിട്ടുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച $20 മില്യൺ വിട്ടുകിട്ടുന്നതിനും പകരമായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു സമഗ്ര കരാർ ആണ് ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഈ വ്യവസ്ഥയ്ക്ക് സമ്മതിച്ചിരുന്നതാണ് എന്ന് CNN റിപ്പോർട്ട് ചെയ്തു. അന്ന് അത് തള്ളിക്കളഞ്ഞ് യുദ്ധം തെരഞ്ഞെടുത്ത ട്രംപ് ഇപ്പോൾ വലിയ നാശങ്ങൾക്ക് ശേഷം അതേ നിബന്ധനകൾക്ക് തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നത് വലിയൊരു പരാജയമാണ്. എന്താണ് ഏറ്റവും വലിയ വിജയം? ഇറാനെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കാനും ഉപരോധങ്ങൾ നീക്കാനുമുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ മാറ്റം. ഈ യുദ്ധത്തിലൂടെ ട്രംപും നെതന്യാഹുവും ലക്ഷ്യമിട്ടതും യഥാർത്ഥത്തിൽ സംഭവിച്ചതും എന്താണ്? അമേരിക്കൻ സൈന്യം തോൽക്കപ്പെടാത്തതാണെന്ന് ട്രംപ് വീമ്പിളക്കിയിരുന്നു. എന്നാൽ ഒരു ദിവസം തന്നെ 7 യുദ്ധവിമാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഇറാന്റെ സൈനിക ശേഷി തകർക്കാൻ നോക്കിയ ട്രംപിന് തിരിച്ചടിയായി ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഇറാന്റെ ഭരണകൂടത്തെ തകർക്കുമെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇറാൻ ജനത കൂടുതൽ ഒറ്റക്കെട്ടായി. എന്നാൽ മറുവശത്ത് അമേരിക്കയിൽ ട്രംപിനെതിരെ നോ കിങ് എന്ന പേരിൽ 9 ദശലക്ഷം ആളുകൾ പങ്കെടുത്ത വമ്പൻ പ്രതിഷേധങ്ങൾ നടന്നു. ഇറാന്റെ നാവികസേനയെ തകർത്തെന്ന് അവകാശപ്പെട്ടെങ്കിലും അതേ നാവികസേന ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടി ലോകത്തെ മുട്ടുകുത്തി. അത് തുറന്നു കിട്ടിയതിനെയാണ് ട്രംപ് ഇപ്പോൾ വിജയമായി ആഘോഷിക്കുന്നത്. ഡോളറിന്റെ കരുത്ത് കൂട്ടാൻ ശ്രമിച്ച ട്രംപിന് കിട്ടിയ വലിയ തിരിച്ചടിയാണ് പെട്രോ യുവാനിലേക്ക് നീങ്ങാനുള്ള നീക്കങ്ങൾ. ഹോർമൂസ് കടൽ വഴി കടന്നുപോകുന്ന എണ്ണയ്ക്ക് ചൈനീസ് യുവാൻ ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്ന ഡോളറിന്റെ ആധിപത്യത്തിന് ഭീഷണിയാണ്. അമേരിക്കൻ സംരക്ഷണം വിശ്വസിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനുമായും ഇറ്റലിയുമായും ഒക്കെ പുതിയ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നു. അമേരിക്കയുടെ മേധാവിത്വം അവിടെയും ചോദ്യം ചെയ്യപ്പെട്ടു. ചുരുക്കത്തിൽ 70 വർഷം കൊണ്ട് സോവിയറ്റ് യൂണിയനോ ചൈനയോ ചെയ്യാത്ത അത്രയും വലിയ തിരിച്ചടിയാണ് വെറും 1 വർഷം കൊണ്ട് ട്രംപ് അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് വരുത്തിവെച്ചിട്ടുള്ളത്. ഗുണ്ടായുസവും ഭീഷണിയും ഇനി മിഡിൽ ഈസ്റ്റിൽ നടപ്പില്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാൻ ഉറച്ചു നിന്നിരുന്ന ജനതയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഏതൊരു വൻ ശക്തിയും തോൽക്കുമെന്ന് ഇന്ന് ലോകം കണ്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പേജ് ഫോളോ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്.